നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാന കരാർ ഒപ്പുവെച്ചതിനു ശേഷമുള്ള ഇറാൻ US ആദ്യഘട്ട ചർച്ചയ്ക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കം. ചർച്ചയുടെ ഭാഗമായി ഖത്തറും പാകിസ്ഥാനും. ചർച്ച പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി. വായ്പാ പലിശ നിരക്കുകൾ കുറിച്ച് UAE ബാങ്കുകൾ. വരുമാനം അനുസരിച്ച് 2.6% മുതൽ 4% വരെ വാർഷിക പലിശ നിരക്ക്. ആദ്യ തിരിച്ചടവിന് 6 മുതൽ 7 മാസത്തെ സാവകാശം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നടപടി കടുപ്പിക്കാൻ GCC രാജ്യങ്ങൾ. UAEക്ക് പിന്നാലെ നിരോധനം ആവശ്യമുയർത്തി കുവൈത്തിലെ വിദഗ്ധരും. നിയന്ത്രണം അനിവാര്യമെന്ന ആവശ്യം. കൊടും ചൂടിനിടെ ആശ്വാസമായി UAEയിൽ മഴയെത്തുന്നു. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ ആഴ്ച അവസാനത്തോടെ താപനില കുറയും. വാർത്തകളിലേക്ക് വിശദമായി. സമാധാന കരാർ ഒപ്പുവെച്ചതിനു ശേഷമുള്ള ഇറാൻ US ആദ്യഘട്ട ചർച്ചയ്ക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. ഇറാൻ അമേരിക്ക ഉന്നതതല സംഘത്തിനൊപ്പം പാക് ഖത്തർ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇടക്കാല സമാധാന കരാർ ഒപ്പുവെച്ചതിനു ശേഷം ഇറാനും USഉം തമ്മിലുള്ള ആദ്യ റൗണ്ട് ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചർച്ചയ്ക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇടനിലക്കാരായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി അസിം മുനീർ, ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാഫ് അടക്കമുള്ളവർ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവശേഖരം, US മരവിപ്പിച്ച ഫണ്ടുകൾ എന്നിവയാണ് ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. അതേസമയം സമാധാന ചർച്ച തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിച്ചേക്കുമെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ട്. ഇറാനുമായുള്ള സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. സ്വിറ്റ്സർലൻഡിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഭീഷണി പുറത്തു വന്നിരിക്കുന്നത്. വെടിനിർത്തൽ നിലനിൽക്കുന്ന 60 ദിവസത്തേക്ക് ഹോർമുസിൽ ടോൾ പിരിക്കില്ലെന്നും 60 ദിവസത്തിന് ശേഷവും ടോൾ ഉണ്ടാവില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസക്ഷിയാനും തമ്മിൽ ഒപ്പുവെച്ച ഇടക്കാല കരാർ പ്രകാരം ചർച്ചകൾക്ക് ശേഷം അന്തിമ കരാറിലെത്താൻ 60 ദിവസമാണ് അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് NTV. വായ്പാ പലിശ നിരക്കുകൾ കുറിച്ച് UAEയിലെ ബാങ്കുകൾ. വരുമാനം അനുസരിച്ച് 2.6% മുതൽ 4.5% വരെയാണ് വാർഷിക പലിശ നിരക്ക്. ആദ്യ തിരിച്ചടവിന് 6 മുതൽ 7 മാസത്തെ സാവകാശവും ലഭിക്കും. പ്രവാസികൾക്ക് ആശ്വാസകരമായ പ്രഖ്യാപനമാണ് UAEയിലെ ബാങ്കുകൾ നടത്തിയിരിക്കുന്നത്. വായ്പാ പലിശ നിരക്കുകൾ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് കുറച്ചിരിക്കുന്നത്. വരുമാനം അനുസരിച്ച് 2.6% മുതൽ 4.5% വരെയാണ് വാർഷിക പലിശ നിരക്ക്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക സ്ഥിരത താളം തെറ്റിയവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് UAEയിലെ ബാങ്കുകളുടെ തീരുമാനം. മാത്രമല്ല, ആദ്യ തിരിച്ചടവിന് ഏതാണ്ട് 6 മുതൽ 7 മാസത്തെ സാവകാശവും ചില ബാങ്കുകൾ നൽകുന്നുണ്ട്. വായ്പയ്ക്കുള്ള ഇൻഷുറൻസിന്റെ അധിക നിരക്കും ഒഴിവാക്കാൻ ബാങ്കുകൾ തയ്യാറാണ്. ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചാണ് ബാങ്കുകൾ പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ബാങ്കുകളുമായി കൃത്യമായി സംസാരിച്ചുറപ്പാക്കി മാത്രമേ വായ്പകൾ എടുക്കാവൂ. NTV, ദുബായ്. 2026 ബെസ്റ്റ് കൺട്രീസ് റിപ്പോർട്ടിൽ ആഗോളതലത്തിൽ 10ാം സ്ഥാനം കരസ്ഥമാക്കി UAE. ആദ്യ 10ൽ ഇടം പിടിച്ച ഏക അറബ് രാജ്യവും മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ഉയർന്ന റാങ്ക് നേടിയ രാജ്യവും UAE ആണ്. ബെസ്റ്റ് കൺട്രീസ് റിപ്പോർട്ടിന്റെ 10ാം പതിപ്പിലാണ് UAEയുടെ നേട്ടം. രാജ്യങ്ങളുടെ നിലവാരവും ആഗോള പദവിയും വിലയിരുത്തുന്ന ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പഠനങ്ങളിൽ ഒന്നായിട്ടാണ് ബെസ്റ്റ് കൺട്രീസ് റിപ്പോർട്ട് കണക്കാക്കപ്പെടുന്നത്. പരമ്പരാഗത സാമ്പത്തിക സൂചകങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റു റാങ്കിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമാണിത്. നിക്ഷേപം, ടൂറിസം, വ്യാപാരം എന്നിവയെ സ്വാധീനിക്കുന്ന ഗുണപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് കൺട്രീസ് റിപ്പോർട്ട് രാജ്യങ്ങളെ വിലയിരുത്തുക.
ബർട്ടൺ സ്കൂൾ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയ, WPP, ബ്രാൻഡ് അസറ്റ് വാല്യുവേറ്റർ അനലറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നിവയുമായി സഹകരിച്ച് പ്രസിദ്ധീകരിച്ച റാങ്കിങ്ങിൽ ഭാവിയിലെ സാമ്പത്തിക വളർച്ച സാധ്യതകളെ വിലയിരുത്തുന്ന റൈസിംഗ് പവർ വിഭാഗത്തിൽ UAE ലോകത്ത് 1-ാം സ്ഥാനത്തെത്തി. ഈ വിഭാഗത്തിൽ UAE 100-ൽ 100 മാർക്ക് നേടി പൂർണ്ണത കൈവരിച്ചു. 2026 പതിപ്പിൽ ആഗോള GDPയുടെ ഏകദേശം 93.2%, ലോക ജനസംഖ്യയുടെ 78.4% പ്രതിനിധീകരിക്കുന്ന 85 രാജ്യങ്ങളെയാണ് വിലയിരുത്തുന്നത്. സംരംഭകത്വം, സാംസ്കാരിക സ്വാധീനം, ജീവിത നിലവാരം, ബിസിനസ് ചെയ്യാനുള്ള എളുപ്പം, സാമൂഹിക ലക്ഷ്യം, ചടുലത, സ്വാധീന ശക്തി, ഭാവിയിലെ സാധ്യതകൾ എന്നിവയടക്കം 10 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ച 73 സവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളെ വിലയിരുത്തിയത്. 11-ാം സ്ഥാനത്തുള്ള അമേരിക്ക ഉൾപ്പെടെ പല പ്രമുഖ സമ്പദ് വ്യവസ്ഥകളേക്കാൾ മുമ്പിലാണ് UAE. റാങ്കിങ്ങിൽ സ്വിറ്റ്സർലൻഡ് 1-ാം സ്ഥാനം നിലനിർത്തി. NTV അബുദാബി. UAEയിൽ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മഴയ്ക്കൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ താപനില കുറയുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. UAEയിലെ കനത്ത വേനൽ ചൂടിന് ആശ്വാസമായാണ് മഴയെത്തുന്നത്. കിഴക്കൻ മേഖലയിൽ ചൊവ്വാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. വ്യാഴാഴ്ച വരെ 3 ദിവസമാകും മഴ. അന്തരീക്ഷ ഈർപ്പം ഉയർന്നതുമൂലം തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച രാജ്യത്ത് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാകും. എന്നാൽ കിഴക്കൻ മേഖലയിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാകും. ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തുറസായ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർന്നേക്കാം. ചില ഘട്ടങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ ഉയർന്നേക്കും. വ്യാഴാഴ്ചയോടെ കടൽ പ്രക്ഷുബ്ധമാകാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസം അലൈനിലെ സ്വൈഹാനിൽ രേഖപ്പെടുത്തിയ 49.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സീസണിലെ ഉയർന്ന താപനില. വരും ദിവസങ്ങളിൽ മഴയെത്തുന്നതോടെ ഈ കടുത്ത ചൂടിന് നേരിയ ആശ്വാസമാകും. NTV അബുദാബി. ഷാർജയിലെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2 പ്രധാന റൗണ്ട് അബൌട്ടുകളിൽ ഗതാഗത നിയന്ത്രണം വരുന്നു. ഇമ്രാൻ ബിൻ താരിഖ്, അഹമ്മദ് ബിൻ ഹഫീദ് എന്നീ റൗണ്ട് അബൌട്ടുകൾ സിഗ്നൽ സംവിധാനമുള്ള ജംഗ്ഷനുകളായാണ് മാറ്റുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാലയളവിൽ ഗതാഗതം വഴിതിരിച്ചുവിടുന്നതും ഭാഗികമായി അടച്ചിടുകയും ചെയ്യുമെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഷെയ്ഖ് ഖാലിദ് ബിൻ ഖാലിദ് അൽ ഖാസ്മി തെരുവിലൂടെയുള്ള ഗതാഗതം തുടരുമെങ്കിലും ഡ്രൈവർമാർക്ക് ബദൽ റൂട്ടുകളിലൂടെ കടന്നുപോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ജംഗ്ഷനുകളിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനും റോഡ് സൗകര്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് റൗണ്ട് അബൌട്ടുകൾ സിഗ്നൽ ജംഗ്ഷനുകളായി മാറ്റുന്നത്. റോഡ് ഉപയോഗിക്കുന്നവർ ട്രാഫിക് അടയാളങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന് SRTA നിർദ്ദേശിച്ചു. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കാൻ ബസ്സുകൾക്ക് മാത്രമായി ട്രാക്കുകൾ ഒരുക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കാൻ ദുബായ്. ഇതിന്റെ ഭാഗമായി 14.5 കിലോമീറ്റർ നീളത്തിൽ ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായുള്ള ട്രാക്കുകളുടെ നിർമ്മാണം RTA പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതോടെ ചില റൂട്ടുകളിൽ ബസ് യാത്രയ്ക്കെടുക്കുന്ന സമയം 59% വരെ കുറയും. തിരക്കേറിയ ദുബായ് എമിറേറ്റിൽ ഇനി ബസ്സുകളും ടാക്സികളും ഗതാഗത കുരുക്കിൽ കുടുങ്ങാതെ വേഗത്തിൽ ഓടിയെത്തും. നിലവിൽ എമിറേറ്റിൽ ഇത്തരത്തിൽ ബസ്സുകൾക്ക് മാത്രമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ലൈനിന്റെ നീളം 6.1 കിലോമീറ്ററാണ്. പുതിയ പദ്ധതി പൂർത്തിയായാൽ ഇത് 20.6 കിലോമീറ്ററായി ഉയരും. ഷെയ്ഖ് സബാഹ്, അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ സ്ട്രീറ്റ്, ഡിസംബർ 2 സ്ട്രീറ്റ്, അൽ സൊത്ത് സ്ട്രീറ്റ്, അൽ നാദ സ്ട്രീറ്റ്, ഒമർ ബിൻ അൽ ഖത്താബ് സ്ട്രീറ്റ്, നൈഫ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിൽ നിലവിൽ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട്. പദ്ധതിയുടെ 30% ജോലികൾ പൂർത്തിയായി. സ്വകാര്യ കാറുകൾക്ക് പകരം പൊതുഗതാഗതം ഉപയോഗിക്കാൻ താമസക്കാരെയും സന്ദർശകരെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ആഗോള ഗതാഗത പരിഹാരങ്ങളിലൊന്നാണ് ഡെഡിക്കേറ്റഡ് ബസ് ടാക്സി ലൈനുകളെന്ന് RTA ഡയറക്ടർ ജനറലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോർഡ് ചെയർമാനുമായ മത്രൽ തായർ പറഞ്ഞു. പദ്ധതി പൂർത്തിയാവുന്നതോടെ യാത്രാസമയം കുറയുകയും ഇതോടെ ബസ്സുകൾക്ക് ഷെഡ്യൂൾ പാലിക്കാനും ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ടാക്സികൾ ലഭിക്കാനും കഴിയുമെന്ന് RTA ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ഡെഡിക്കേറ്റഡ് ഇടനാഴികൾ പൂർത്തിയാവുന്നതോടെ കൂടുതൽ ആളുകൾ പൊതുഗതാഗതം തെരഞ്ഞെടുക്കും എന്നാണ് പ്രതീക്ഷ. ചില റൂട്ടുകളിൽ ബസ് യാത്രക്കാരുടെ എണ്ണം 30% വരെ വർദ്ധിച്ചേക്കും. ഖാലിദ് ബിൻ അൽ വലീദ് സ്ട്രീറ്റിൽ 4.3 കിലോമീറ്റർ ഇടനാഴി ഉൾപ്പെടെ നൈഫ് സ്ട്രീറ്റ്,
ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ സ്ട്രീറ്റ്, അൽ ഗുബൈബ സ്ട്രീറ്റ് എന്നിവിടങ്ങളിലെ ഭാഗങ്ങളിൽ 6.1 കിലോമീറ്റർ ഡെഡിക്കേറ്റഡ് ബസ് ലൈനുകൾ ദുബായ് നേരത്തെ നടപ്പിലാക്കിയിരുന്നു. NTV ദുബായ്. ദുബായിൽ ഡെലിവറി മോട്ടോർ ബൈക്കുകളുടെ അപകട നിരക്ക് ഉയരുന്നു. കഴിഞ്ഞ വർഷം 1000-ന് മുകളിൽ അപകടങ്ങളാണ് എമിറേറ്റിൽ നടന്നത്. മുൻ വർഷത്തെ 854 അപകടങ്ങളിൽ നിന്നാണ് ഈ വർധന. കർശനമായ നിയന്ത്രണങ്ങളും പരിശോധനകളും നിലവിലുണ്ടെങ്കിലും 2024 അപേക്ഷിച്ച് ദുബായിൽ ഡെലിവറി ബൈക്കുകളുടെ അപകടങ്ങൾ വർദ്ധിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 854 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡെലിവറി റൈഡർമാർക്കെതിരെ 2025 ഏകദേശം 80,000 ട്രാഫിക് നിയമലംഘനങ്ങൾ ദുബായ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. 2024 ഇത് 70,000 ആയിരുന്നു. അമിത വേഗത മാത്രമല്ല, പലപ്പോഴും മനുഷ്യസഹജമായ പിഴവുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പെട്ടെന്നുള്ള ലൈൻ മാറ്റം, ബ്ലൈൻഡ് സ്പോട്ടുകൾ ശ്രദ്ധിക്കാതിരിക്കുക, കൃത്യമായ അകലം പാലിക്കാതിരിക്കുക, ഗതാഗതത്തിനിടയിലൂടെയുള്ള ഡ്രൈവിംഗ് എന്നിവയാണ് അപകടത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ. ഡെലിവറി റൈഡർമാർ റോഡിലെ ഏറ്റവും ദുർബലരായ വിഭാഗമാണെന്നും വാഹനം ഓടിക്കുന്നവരും റൈഡർമാരും ഒരുപോലെ ജാഗ്രത പാലിക്കണമെന്നും ദുബായ് പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ബ്രിഗേഡിയർ ജുമാ സലീം ബിൻ സുവൈദാൻ പറഞ്ഞു. അപകടങ്ങൾ കുറയ്ക്കാനായി RTA-യും ദുബായ് പോലീസും ചേർന്ന് ഡെലിവറി ബൈക്കുകൾക്ക് അതിവേഗ ലൈനുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5-ൽ കൂടുതൽ ലൈനുകളുള്ള റോഡുകളിൽ ഏറ്റവും ഇടതുവശത്തുള്ള 2 ലൈനുകളിലും 3 അല്ലെങ്കിൽ 4 ലൈനുകളുള്ള റോഡുകളിൽ ഏറ്റവും ഇടതുവശത്തുള്ള ലൈനിലും ബൈക്കുകൾക്ക് പ്രവേശനമില്ല. നിയമലംഘനം നടത്തുന്നവർക്ക് 500 ദിർഹം മുതൽ പിഴ ചുമത്തും. ആവർത്തിച്ചാൽ പിഴ 700 ദിർഹം വരെയാകുകയും റൈഡറുടെ പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യും. NTV ദുബായ്. കുവൈത്തിൽ സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ പുതിയ വിദ്യാഭ്യാസ ബൈലോയുടെ ആദ്യ കരട് പൂർത്തിയായി. വിവിധ വിദ്യാഭ്യാസ തലങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വ്യത്യസ്ത നിയന്ത്രണങ്ങൾ മാറ്റി എല്ലാ സ്കൂളുകൾക്കും ബാധകമാകുന്ന ഏകീകൃത ചട്ടക്കൂട് കൊണ്ടുവരികയാണ് ലക്ഷ്യം. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് രൂപകൽപ്പന ചെയ്ത ബൈലോ സ്കൂളുകളിലെ അച്ചടക്കം മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസ ഭരണ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും കൂടുതൽ വ്യക്തമാക്കാനും വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനും പുതിയ രേഖ സഹായിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജലാൽ അൽ തബ്തബേയി പറഞ്ഞു. കരട് രേഖ അന്തിമമാക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ജൂലൈ 4 വരെ 2 ആഴ്ചക്കാലം കരട് രേഖ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും. അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും സാങ്കേതിക സൂപ്പർവൈസർമാർക്കും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മന്ത്രാലയത്തെ അറിയിക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിദ്യാഭ്യാസ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന വിവിധ രേഖകളും ചട്ടങ്ങളും കമ്മിറ്റി അവലോകനം ചെയ്തിരുന്നു. വിദ്യാഭ്യാസ ദർശനം, വിവിധ തലങ്ങളിലെ പഠന പദ്ധതികൾ, മതപഠന പരിപാടികൾ എന്നിവയിലെ മാറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതോടൊപ്പം വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയം, ഹാജർ നയം, 2ാം ഘട്ട പരീക്ഷകൾ, പരീക്ഷാ ക്രമക്കേടുകൾ, സ്കൂൾ സംവിധാനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പരിഷ്കരിച്ചിട്ടുണ്ട്. NTV കുവൈറ്റ് സിറ്റി. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്നത്തെ സ്വർണ്ണവില. വിനിമയ നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. സമാധാന കരാർ ഒപ്പുവെച്ചതിനു ശേഷമുള്ള ഇറാൻ US ആദ്യഘട്ട ചർച്ചയ്ക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കം. ചർച്ചയുടെ ഭാഗമായി ഖത്തറും പാകിസ്ഥാനും. ചർച്ച പരാജയപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ ഭീഷണി. വായ്പാ പലിശ നിരക്കുകൾ കുറിച്ച് UAE ബാങ്കുകൾ. വരുമാനമനുസരിച്ച് 2.6% മുതൽ 4% വരെ വാർഷിക പലിശ നിരക്ക്. ആദ്യ തിരിച്ചടവിന് 6 മുതൽ 7 മാസത്തെ സാവകാശം. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നടപടി കടുപ്പിക്കാൻ GCC രാജ്യങ്ങൾ. UAEക്ക് പിന്നാലെ നിരോധനം ആവശ്യമുയർത്തി കുവൈത്തിലെ വിദഗ്ധരും. നിയന്ത്രണം അനിവാര്യമെന്ന ആവശ്യം. കൊടും ചൂടിനിടെ ആശ്വാസമായി UAEയിൽ മഴയെത്തുന്നു. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ ആഴ്ച അവസാനത്തോടെ താപനില കുറയും.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.